നമുക്ക് സെക്ഷൻസ് ഓഫ് സോളിഡ്സിനകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ റെക്ടാങ്കുലർ പിരമിഡ് സൈഡ് ഓഫ് ബേസ് 20 and 30, അതായത് ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് 20 mm ആൻഡ് ലോങ്ങസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് 30 mm ആണ്. റെക്ടാങ്കുലർ പിരമിഡാണ്. ആൻഡ് ആക്സിസ് ഹൈറ്റ് 40 mm ഈസ് കെപ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ HP. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സോളിഡ് HP യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. The 30 mm base edge is inclined at 20 degree with VP. HP യിൽ ആണ് സോൾഡ് റെസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല പറയുന്നത്, HP യിൽ സിമ്പിൾ പൊസിഷനിൽ ടോപ്പ് വ്യൂ വരയ്ക്കുക. അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 20 degree with HP. It is cut by a section plane perpendicular to VP. നോക്കുക, സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആണ്. VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെക്ഷൻ പ്ലെയിൻ ഇരിക്കുന്നതെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? ഒരു ലൈനാണ് കാണാൻ സാധിക്കുക. ഓക്കെ, പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് 40 degree with HP ആൻഡ് പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ്. ഡ്രോ ദി സെക്ഷണൽ പ്ലാൻ, എലിവേഷൻ ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. അതിനുശേഷം ഞാൻ സൊല്യൂഷൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ, ഇത് ഇപ്പോൾ ഞാൻ ഇത് എക്സാമ്പിളായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊരു ട്രയാങ്കുലർ പിരമിഡാണ്. ഈ ക്വസ്റ്റിനകത്ത് പറയുന്നത് കട്ടിംഗ് പ്ലെയിൻ എങ്ങനെ ഇരിക്കുന്നു എന്നാണ്. കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു VP. വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ ഇരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഇൻക്ലൈൻഡ് 45 degree വിത്ത് HP ആയിട്ട് 45 degree ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. സോ ഫ്രണ്ട് വ്യൂവിൽ നമുക്കിങ്ങനെ ചെരിഞ്ഞൊരു ലൈനാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെയാണ് ഇരിക്കുക. കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെയാണ് ആ സോളിഡിനെ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് സോളിഡ് ആണെങ്കിൽ സോളിഡിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കട്ടിംഗ് പ്ലെയിൻ ഇരിക്കുന്നത് പെർപെൻഡിക്കുലർ ടു HPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ആൻഡ് ഇൻക്ലൈൻഡ് 45 degree വിത്ത് VP. സോ ഇങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ പോവുക. സോ കട്ടിംഗ് പ്ലെയിൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. കട്ടിംഗ് പ്ലെയിൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുക. കട്ടിംഗ് പ്ലെയിൻ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു ചെരിഞ്ഞിരിക്കുന്ന ഒരു ലൈനാണ് കാണുന്നത്. സോ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ആ ഇൻക്ലിനേഷനിൽ കട്ടിംഗ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP, ഹൊറിസോണ്ടൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആൻഡ് ഇൻക്ലൈൻഡ് 45 degree വിത്ത് HP. സോ ഇങ്ങനെ ചെരിഞ്ഞാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നത്. സോളിഡിനെ കട്ട് ചെയ്തിട്ട് സോ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾക്കൊരു ലൈനായിട്ടാണ് കാണാൻ പറ്റുക, അല്ലേ? വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ അല്ലേ ഫ്രണ്ട് വ്യൂ. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ചെരിഞ്ഞൊരു ലൈനാണ് കാണുന്നത്. പക്ഷേ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, നമുക്ക് ആ കട്ടിംഗ് പ്ലെയിൻ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ കട്ടിംഗ് പ്ലെയിൻ്റെ സൈഡ് വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. സോ കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുക. അതപ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത്, കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി പ്ലെയിൻ ആണ്. സോ നമുക്ക് വരച്ചു തുടങ്ങാം. ഇതിനകത്ത് സോളിഡ് HP യിലാണ് വെക്കുന്നത്. സോ ടോപ്പ് വ്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ടോപ്പ് വ്യൂവിൽ സോളിഡിൻ്റെ, അതായത് റെക്റ്റാങ്കുലർ പിരമിഡ് ആകുമ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഇങ്ങോട്ട് നോക്കിക്കേ, ഇതിപ്പോൾ ഒരു XY ലൈൻ ആണെങ്കിലുണ്ടല്ലോ, നമ്മൾ സാധാരണ റെക്റ്റാങ്കിൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക. ടോപ്പ് വ്യൂവിൽ നമുക്ക് റെക്റ്റാങ്കുലർ പിരമിഡ് ഇങ്ങനെയല്ലേ ഇരിക്കുക. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് കൂടിയ സൈഡ്, അതായത് 30 mm ആൻഡ് 20 mm ആൻഡ് 20 mm സൈഡുള്ള ബേസ് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ റെക്റ്റാങ്കുലർ പിരമിഡ് ഇങ്ങനെയാണ് വരയ്ക്കുക. പക്ഷേ ഈ കേസിൽ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. എങ്ങനെയാണ് നോക്കിക്കേ, XY ലൈൻ, ഈ 30 mm ബേസ് എഡ്ജ്, അതായത് നീളം കൂടിയ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് VP ആയിട്ട് 20 degree ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ ഈ ഇൻക്ലിനേഷൻ 20 degree ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്ത് നമുക്ക് വേണം വരയ്ക്കാൻ. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ XY ലൈനിൽ ഒരു പോയിൻ്റ് എടുത്തു. ആ പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ച് 20 degree ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ അങ്ങ് ഇട്ടു. ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ അങ്ങ് ഇടുകയാണ്. ലൈൻ വളരെ ലൈറ്റായിട്ട് ഇട്ടാൽ മതി. നമുക്ക് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല, വളരെ ലൈറ്റ് മതി. കണ്ടോ, 20 degree ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മളൊരു ലൈൻ ഇട്ടു. ഇനി ഈ ലൈനിൽ വേണം ആ റെക്റ്റാങ്കിളിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് വരാൻ. ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ 30 mm ആണ്. സോ നമ്മൾ XY ലൈനിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ 30 mm ഒരു സൈഡ് അങ്ങ് വരയ്ക്കുക. 30 mm. അതിനുശേഷം 20 mm ഇങ്ങോട്ട് വരയ്ക്കുക. ആ റെക്റ്റാങ്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക.
പിരമിഡ് ആയത് കാരണം നമ്മൾ ലാറ്ററൽ എഡ്ജസ് എല്ലാം വിസിബിൾ ആക്കി കാണിക്കുക. ഇത്രയും ചെയ്തു. ഇനി നമുക്ക് നെയിം ചെയ്യാം. A, B, C and D. This is the apex O. ഇനി ഇതിൽ നിന്ന് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. സോ ഞാൻ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഈ അപ്പെക്സിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത ആ പോയിന്റിൽ നിന്നും ഹൈറ്റ് ഓഫ് ദി സോളിഡ് 40 mm ആണ്. സോ 4 cm ഹൈറ്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് താഴോട്ട് ഞാൻ ചെയിൻ ലൈൻസ് മാർക്ക് ചെയ്തു. കാരണം അത് ആക്സിസ് ലൈനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ബാക്കി ഞാൻ പ്രൊജക്റ്റ് ചെയ്ത പോയിന്റുകളിൽ നിന്നെല്ലാം ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ആ കോർണർ സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നെയിം ചെയ്യുക. This is A dash, this is apex O dash, this point is B dash and this point is small letter D dash. ഈ പോയിന്റ് എന്ന് പറയുന്നത് C dash ആണ്. ഇത്രയും കിട്ടി. ഇനി എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നമുക്കൊരു ലൈനായിട്ടാണ് കാണാൻ സാധിക്കുക. ഇങ്ങനൊരു ലൈൻ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഇങ്ങനൊരു ലൈനാണ് കാണാൻ സാധിക്കുക. ആ ലൈൻ എത്ര ഇൻക്ലിനേഷനിലാണ് പോകുന്നത്? 40 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് പാസ് ചെയ്യുന്നത്. അത് മാത്രമല്ല അത് ആ ആക്സിസിൻ്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം സോളിഡിൻ്റെ ആക്സിസിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ആക്സിസിൻ്റെ മിഡ് പോയിന്റ് 40 mm ആണ് ഹൈറ്റ്. സോ 20 mm ആണ് മിഡ് പോയിന്റ്. ആ 20 mm കൂടി 40 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യേണ്ടത്. സോ 20 mm അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അവിടെ ഒരു ചെറിയ ലൈൻ ഇട്ടു. എന്തിനാണെന്ന് ചോദിച്ചാൽ പൊട്രാക്ടർ വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അതിനുശേഷം പൊട്രാക്ടർ അവിടെ വെച്ചതിന് ശേഷം 40 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 40 ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആകാം. സോ ഞാൻ 40 ഡിഗ്രി ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാതായിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം. അതാണ് ഇച്ചിവിടെ നമുക്ക് കൺവീനിയൻറ്റ്. 40 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു ലൈൻ വരച്ചു, അതിലൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ പോയിന്റിൽ കൂടി നമ്മൾ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യണം. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, കട്ടിംഗ് പ്ലെയിൻ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ചെയിൻ ലൈൻസ് ആയിട്ട് തന്നെയാണ്. ഒരു വ്യത്യാസമുണ്ട്, കാണിച്ചു തരാം. സോ നമ്മളുടെ കട്ടിംഗ് ലൈൻ കാണിക്കുകയാണ്, അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ നമുക്ക് ലൈനായിട്ടാണ് കാണാൻ സാധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. കണ്ടോ, ഇതാണ് നമ്മളുടെ കട്ടിംഗ് ലൈൻ. ആക്ച്വലി ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലൈനായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക. ഇത് വരച്ചു കഴിഞ്ഞാൽ 2 എൻഡും ഡാർക്ക് ആക്കുക. കട്ടിംഗ് ലൈനിൻ്റെ 2 എൻഡും ഡാർക്ക് ആയിരിക്കണം. സോ നമ്മളിങ്ങനെയാണ് കട്ടിംഗ് ലൈൻസിനെ അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിനിനെ ഡിനോട്ട് ചെയ്യുക. കട്ടിംഗ് പ്ലെയിനിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ചെയിൻ ലൈൻസ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചെയിൻ ലൈൻസിൻ്റെ 2 എൻഡും ഡാർക്കൻ ചെയ്യുക. ഓക്കെ, അത്രയായി. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ കട്ടിംഗ് പ്ലെയിൻ സോളിഡിൻ്റെ ഏതൊക്കെ എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക. നോക്കിക്കേ, സോളിഡിൻ്റെ ഈ പോയിന്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ 1 ഡാഷ് എന്ന് നെയിം ചെയ്തു. ഇപ്പുറത്തെ എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ 2 ഡാഷ് എന്ന് നെയിം ചെയ്തു. ഇത് ആക്സിസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സോ ആക്സിസ് എന്ന് പറയുന്ന ഒരു ഇമാജിനറിയാണ്, അവിടെ ഒരു എഡ്ജില്ല. സോ അവിടെ നെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഇതേണ്ടേ ഈ പോയിന്റിൽ കട്ട് ചെയ്തു. ഇതിനെ ഞാൻ 3 ഡാഷ് എന്ന് നെയിം ചെയ്തു. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഈ പോയിന്റിൽ കട്ട് ചെയ്തു. അതിനെ ഞാൻ 4 ഡാഷ് എന്ന് നെയിം ചെയ്തു.
കട്ടിംഗ് പ്ലെയിൻ ഞാൻ വരച്ചു. ആ കട്ടിംഗ് പ്ലെയിൻ ടച്ച് ചെയ്ത് കട്ട് ചെയ്യുന്ന ബേസ് എഡ്ജ് ഏതൊക്കെയാണെന്ന് നോക്കുക. 1 അല്ലെങ്കിൽ A', O' എന്ന് പറഞ്ഞ എഡ്ജിൽ കട്ട് ചെയ്തു, അതിനെ 1' എന്ന് നെയിം ചെയ്തു. B', O' എന്ന് പറയുന്ന എഡ്ജിൽ കട്ട് ചെയ്തു, അതിനെ 2' എന്ന് നെയിം ചെയ്തു. D', O' എന്ന് പറഞ്ഞ എഡ്ജിൽ കട്ട് ചെയ്തു, അതിനെ 3' എന്ന് നെയിം ചെയ്തു. C', O' എന്ന് പറഞ്ഞ എഡ്ജിൽ കട്ട് ചെയ്തു, അതിനെ 4' എന്ന് നെയിം ചെയ്തു. ആക്സിസിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ കൂട്ടണ്ട, ആക്സിസ് ഇമാജിനറി ആണ്. അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊള്ളുക. സോ ഇതാണ് എലിവേഷൻ ഓഫ് ദി സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്മളുടെ സെക്ഷൻ പ്ലെയിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമുക്ക് ക്വസ്റ്റിനകത്തെ ഒരു ആൻസർ കിട്ടി. ക്വസ്റ്റിനകത്ത് നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രോ സെക്ഷണൽ പ്ലാൻ ആൻഡ് എലിവേഷൻ. അതിനകത്ത് എലിവേഷൻ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇതാണ് എലിവേഷൻ. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ താഴെ വരയ്ക്കണം. നോക്കിക്കൊള്ളുക, ടോപ്പ് വ്യൂ വരയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളുക. ഈ 1', 2', 3', 4' എന്നീ കട്ടിംഗ് പോയിന്റിലെ ആ പോയിന്റിൽ നിന്നും കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂവിലേക്ക് പ്രൊജക്ഷൻ ലൈൻസ് കൊണ്ടുവരിക. അതായത് 1' എന്നത് A', O' എന്ന എഡ്ജിനെ കട്ട് ചെയ്തതല്ലേ, ആ 1' താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് AO എന്ന് പറയുന്ന ലൈനിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുക. നോക്കിക്കൊള്ളുക, AO എന്ന് പറയുന്ന ലൈനിൽ നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്ഷൻ ലൈൻസ് ഒക്കെ വളരെ ലൈറ്റ് മതി, പ്രൊജക്ഷൻ ലൈൻസ് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നേരെ താഴോട്ട് കൊണ്ടുവന്ന് AO എന്ന് പറയുന്ന ലൈനിൽ കട്ട് ചെയ്തു. അത് നമ്മളുടെ 1. കാര്യം എന്താ, 1' എന്ന് പറയുന്നത് A', O'-ലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ താഴോട്ട് കൊണ്ടുവന്ന് AOയിൽ കട്ട് ചെയ്യിപ്പിച്ചത്. സിമിലർലി B', O'-ൽ കിടക്കുന്നതിനെ എങ്ങനെയാണ് നമ്മൾ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കിക്കൊള്ളുക. അതിനെ നമ്മൾ നേരെ താഴോട്ട്, ശ്രദ്ധിക്കുക, 2' നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. 2' എന്നുള്ളത് B', O'-ലാണ്. സോ കറസ്പോണ്ടിങ് നമ്മളുടെ BOയുടെ ലൈനിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ചു. അതിനെ ഞാൻ 2 എന്ന് നെയിം ചെയ്തു. അടുത്തത് 3' ആണ്. 3' എന്നുള്ളത് ഏത് എഡ്ജിലാണ്? D', O' എന്ന് പറയുന്ന എഡ്ജിലാണ്. സോ അതിനെ ഞാൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് DOയിൽ വന്ന് മീറ്റ് ചെയ്യണം. ഓക്കെ, മുകളിൽ 3' ആയത് കാരണം ഞാനിവിടെ 3 എന്ന് നെയിം ചെയ്തു. ഇനി 4' എന്നുള്ളത് എവിടെയാണ്? C', O'-ലാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ ആയിട്ടുള്ള COയിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ചു. അവിടെ ഞാൻ 4 എന്ന് നെയിം ചെയ്തു. കണ്ടോ? ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്യുക. നോക്കിക്കേ, 1 to 2, 1 to 3 ഇതെല്ലാം ജോയിൻ ചെയ്ത് ഒരു ക്ലോസ്ഡ് ഫിഗർ ആക്കുക. 3 to 4 and 2 to 4. കണ്ടോ? 2 to 4 ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം നമ്മളുടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ 1 2 3 4 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിൻ ഇതുവഴി പാസ് ചെയ്ത് പോയിട്ട് സോളിഡിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ആയി പോയില്ലേ. ഒബ്സർവർ മോളിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ്. ഒബ്സർവർ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ഒബ്സർവറിനും കട്ടിംഗ് പ്ലെയിനും ഇടയ്ക്കുള്ളതേണ്ട ഈ ഒരു, അതായത് കോണിൻ്റെ അപ്പെക്സ് ഇല്ലേ, ഈ ഒരു പോർഷൻ അങ്ങ് നമ്മൾ റിമൂവ് ചെയ്ത് കളയും. റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവർ മോളിൽ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഈ സോളിഡിൻ്റെ ടോപ്പ് സർഫസ് ഈ ഒരു ഷേപ്പിലാണ് കാണാൻ സാധിക്കുക. അത് നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യും എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ, നോക്കുക, ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേണ്ട ഇതിനകം അങ്ങ് മായ്ച്ച് കളയുക. ഇതിനകത്ത് നമ്മൾ വരച്ച അപ്പെക്സ് ഒക്കെ അങ്ങ് മായ്ച്ച് കളയുക. ഇതിനകത്ത് നമ്മൾ വരച്ച അപ്പെക്സ് മായ്ച്ച് കളയുക. കണ്ടോ? നമ്മൾ സോളിഡിനകത്ത് വരച്ച അപ്പെക്സ്, ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറിനകത്തുള്ള അപ്പെക്സിൻ്റെയും ആ എഡ്ജസ് എല്ലാം മായ്ച്ച് കളയുക. അതിനുശേഷം ഞാനിതിനെ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഹാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യുക എന്നൊക്കെ പറയാം. ഈ ഒരു രീതിയിലാണ് ഒബ്സർവർ മോളിൽ നോക്കി കാണുന്നത്. ബാക്കി എഡ്ജസ് എല്ലാം വിസിബിൾ ആക്കുക, നല്ല രീതിയിൽ ഡാർക്കൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, സോളിഡിൻ്റെ ടോപ്പ് വ്യൂ വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക.
സോളിഡ് പെർപെൻഡിക്കുലർ ടു വി പി ആണെങ്കിൽ, സോളിഡ് അല്ല, കട്ടിംഗ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആണെങ്കിൽ സോളിഡിൻ്റെ ടോപ്പ് വ്യൂ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക. കാരണം നമുക്ക് മായ്ക്കാനുള്ളതാണ്. ഇപ്പോൾ ഡാർക്കായിട്ട് വരച്ചാൽ കുഴപ്പമില്ല, നിങ്ങളത് പിന്നെ മായ്ക്കണമെന്നേ ഉള്ളൂ. ലൈറ്റായിട്ട് വരച്ചാൽ മായ്ച്ചാൽ ആ ഒരു പാടൊന്നും അവിടെ കാണത്തില്ല. റിമൈനിങ് സോളിഡ് ഡാർക്കാക്കി വരയ്ക്കുക. എഡ്ജസും കാണിക്കുക, ലാറ്ററൽ എഡ്ജസ് കാണിക്കുക. സോ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാക്കാവുന്നത്? ഒബ്സർവർ മോളിൽ നോക്കിക്കഴിയുമ്പോൾ സോളിഡിൻ്റെ അപ്പെക്സ് കട്ടായി അങ്ങ് പോയി, കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ടായി പോയി. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ക്രോസ് സെക്ഷനാണ്. സോളിഡ് ആയതുകൊണ്ടാണ് അകത്തിങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് രണ്ടാമത്തെ ആൻസറും കിട്ടി. എന്താണ്? സെക്ഷണൽ പ്ലാനും കിട്ടി. ഇനിയും ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, കട്ട് സെക്ഷൻ്റെ ശരിക്കുള്ള ഷേപ്പ് ഇതല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒബ്സർവർ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ഒരു സോളിഡിൻ്റെ കട്ടിംഗ് പ്ലെയിൻ, അല്ലെങ്കിൽ ഈ സോളിഡിലൂടെ പാസ് ചെയ്യുന്ന കട്ടിംഗ് പ്ലെയിൻ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഒബ്സർവർ കാണുന്ന ആ ഒരു കട്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ഡയമെൻഷൻ ഉള്ളതായിരിക്കത്തില്ല. നേരെ മറിച്ച് ഈ ഒബ്സർവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയിൻ ഉണ്ടല്ലോ, ഇപ്പം ഇങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ ഇയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് നേരെ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തിരുന്നെങ്കിൽ അയാൾ കാണുന്ന അതിൻ്റെ ഷേപ്പ് ഒറിജിനൽ ഷേപ്പ് ആയിരിക്കും. ആ കട്ട് സെക്ഷൻ്റെ ഷേപ്പ് ഒറിജിനൽ, അതൊക്കെ എന്താണോ അയാൾ കാണുന്നത് അത് തന്നെ നമുക്ക് താഴെ കിട്ടും, അല്ലേ? പക്ഷേ ഇവിടെ കട്ട് സെക്ഷൻ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ട് പാസ് ചെയ്തത് കൊണ്ട് അയാൾ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന കട്ട് സെക്ഷൻ ഒറിജിനൽ ലെങ്ത് തരത്തില്ല, അപ്പയറൻ്റ് ലെങ്ത് ആയിരിക്കും തരിക. സോ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ട്രൂ ഷേപ്പ് മാറ്റി ഇങ്ങോട്ട് വരയ്ക്കണം. ഇനി ട്രൂ ഷേപ്പ് മാറ്റി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, നോക്കുക. ഇത്രയും വരച്ചല്ലോ. അതിനുശേഷം ഈ ഫിഗറിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇങ്ങോട്ട് മാറ്റി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം കോമ്പസ് എടുക്കുക. ഈ 4' എന്നുള്ള പോയിന്റ് കണ്ടോ? 4'. ഈ 4' മുതൽ നമ്മളുടെ 1' വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് കട്ടിംഗ് പ്ലെയിൻ സോൾഡിനകത്തൂടെ പാസ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് കണ്ടോ? 1' വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടില്ലേ? ആ പോയിന്റിൽ കുത്തി ആ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. സോ നമ്മൾ ആ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ എൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ 1' ആണ്, ഈ എൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ 4' ആണ്. 1', ഈ എൻഡ് 4'. ഇനി അതുപോലെ 2', 3' അതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് നോക്കുക, അതിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ 2'. ഈ പോയിൻ്റാണ് നമ്മളുടെ 3'. സോ ഈ കട്ടിംഗ് പ്ലെയിനകത്ത് 1', 2', 3', 4'. അതേ ഇതിനെ ഞാൻ ഇങ്ങോട്ട് വരച്ചു. അതായത് ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കട്ടിംഗ് ലൈനാണ് സോൾഡിനകത്തൂടെ പാസ് ചെയ്യുന്ന ആ കട്ടിംഗ് ലൈൻ ഞാനെടുത്ത് ഇങ്ങോട്ട് പാസ് ചെയ്തു, ഇങ്ങോട്ട് വരച്ചു. അതിനുശേഷം ഈ 1', 2', 3', 4' എന്നീ പോയിന്റുകളിൽ നിന്നും താഴോട്ട് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. വളരെ ലൈറ്റായിട്ട്, പ്രൊജക്ഷൻ ലൈൻസ് എന്നും പറയാം, താഴോട്ട് വരയ്ക്കുക. 2' നിന്നും താഴോട്ട് വരയ്ക്കുക. അങ്ങനെ 1', 2', 3', 4' ഇവിടെ നിന്ന് എല്ലാത്തിനും താഴോട്ട് വരയ്ക്കുക. കണ്ടോ? എല്ലാ പോയിന്റിൽ നിന്നും താഴോട്ട് വരച്ചു. ഇനി കറസ്പോണ്ടിങ് ഇവിടുത്തെ 1', 1, 2, 3, 4 എന്നീ പോയിന്റുകളിൽ നിന്നും റൈറ്റിലേക്ക് വരയ്ക്കുക.
ഇനി നമ്മൾ പഴയ സോളിഡ്സിൻ്റെ കേസിൽ ചെയ്ത കണക്ക് 1' 1 മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ 1 എന്ന് നെയിം ചെയ്യുക. ദിസ് ഈസ് 1 ആൻഡ് 2. ദിസ് വൺ ഈസ് 2. ദിസ് ഈസ് 3 ആൻഡ് 4. കണ്ടോ? അതിനുശേഷം നമ്മൾ ഇവിടെ എങ്ങനെയാണോ ജോയിൻ ചെയ്തത് അതേപോലെ ഇവിടെയും ജോയിൻ ചെയ്യുക. ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. അതിനുശേഷം ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്ത പോലെ ഇതിനകത്തും ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്രോക്സിമേറ്റ്ലി 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ വേണം നമ്മൾ ആ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ലൈൻസ് അകത്ത് വരയ്ക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മൾക്ക് അകത്ത് കിട്ടിയ ആ ഒരു കട്ട് സെക്ഷനേക്കാളും വലിപ്പം കൂടിയതല്ല ഇത്. അതായത് ട്രൂ ലെങ്ത് ഓഫ് ദി കട്ട് സെക്ഷൻ എന്ന് പറയുന്ന ഇതാണ്. അതാണ് നമ്മളുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്ക് കിട്ടും. ഓക്കെ, ഇത് മാത്രമല്ല നിങ്ങൾ ഡയമെൻഷൻസ് ഇവിടെ കാണിക്കുക. സോളിഡിൻ്റെ ഡയമെൻഷൻസ് എത്രയാണ്? 40 മില്ലിമീറ്റർ ആണെങ്കിൽ 40 മില്ലിമീറ്റർ കാണിക്കുക. ഇതിൻ്റെ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് എത്രയാണ്? 20 മില്ലിമീറ്ററിൻ്റെ ഇതുണ്ട്. 20 ആണ്, 25 ആണ്, 20 മില്ലിമീറ്റർ. ആൻഡ് ദിസ് വൺ ഈസ് 30 മില്ലിമീറ്റർ. ഇതെല്ലാം വ്യക്തമായിട്ട് കാണിക്കുക. ഓക്കെ, ഇത്രയായാൽ നമുക്ക് 20 മാർക്ക് കിട്ടും.